ഹലോ ഗൈസ്, ഇനി നമുക്കൊരു സംഭവം റെഡിയാക്കി എടുത്താലോ? നമുക്ക് ഡെയിലി യൂസിന് അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു ഐറ്റം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിതാ 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം നടുവും ഇങ്ങനെ മുറിച്ചെടുക്കണുണ്ട്. പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ. ഇതിന് നല്ല നാരങ്ങ തന്നെ വേണമെന്നില്ല. കേട് വരാൻ തുടങ്ങിയതും ഉണങ്ങിയതും ആയിട്ടുള്ള എല്ലാ കേടുള്ള നാരങ്ങയൊക്കെ എടുക്കുക കേട്ടോ. നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ച നാരങ്ങയൊക്കെ ഇതിന് ഉപയോഗിക്കാം. വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ ഒന്നുകൂടി ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇതിലേറെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു നാരങ്ങേനെ 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഗോൾഗേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കോൾഗേറ്റ് കഴിഞ്ഞ് അതിൻ്റെ കൂടുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതൊന്ന് ഉച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഞാൻ കോൾഗേറ്റ് തന്നെ ചേർത്ത് കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണ് അപ്പസോഡയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് വേണ്ടി വന്നിട്ടില്ല. അപ്പത്തിന് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തീ ഓഫാക്കണം. തിളച്ച് പൊങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ തീ ഓഫാക്കണം കേട്ടോ. ഇനി അത് ചൂടാറാൻ വെച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പുറത്ത് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അടപ്പ് തുറന്ന്. അപ്പോൾ നല്ലോണം അടപ്പ് മുറുക്കി പൊടിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചതിന് ശേഷം നമ്മളിത് ഈ പാത്രത്തിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഈ നാരങ്ങയുടെ പീസുകളൊന്നും ശരിക്കും അരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊന്ന് പരമാവധി നല്ലോണം സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ നീര് നാരങ്ങയുടെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോഴും നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ നാരങ്ങൻ്റെ പൂയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ നാരങ്ങൻ്റെ ചണ്ടി വലിച്ചെറിയാം. പിന്നെ അതാ ഈ അടുപ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, സ്റ്റീല്, നമ്മളുടെ ആലുവ അടുപ്പിൻ്റെ സ്റ്റീൽ ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. ചോറ് തിളച്ച് പോയതും അങ്ങനെയൊക്കെ ഉള്ളതാണത്. പിന്നെ കരിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ കുറച്ച് നമ്മൾ ഈ ഒരു ലിക്വിഡ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ലിക്വിഡ് കൂടെ കുറച്ച് ആക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉടച്ചു കൊടുക്കണേ വെച്ചാൽ ഒന്നും കൂടിയും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇത് ഞാൻ വെച്ചിട്ട് അപ്പം തന്നെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. വെക്കണമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് പണിപ്പെടണം. എങ്കിലും പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. നല്ല പ്രസ് ചെയ്യണമെന്നില്ല. ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കണുള്ളൂ. എന്നാലും നല്ലോണം വൃത്തിയായി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് എവിടേക്കാണോ അതിൻ്റെ കറ ഉള്ളത് ആ ഭാഗത്തൊക്കെ കുറച്ച് ശേഷം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ ഒരു ലിക്വിഡ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ ഫുള്ള് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു അടുപ്പിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ആദ്യത്തെ പോലെ നല്ല വൃത്തിയില്ലേ, കാണാൻ തിളങ്ങുന്നുണ്ട് കേട്ടോ. അത്രക്കും പെർഫെക്റ്റാണ് നമ്മളുടെ ഒരു ലിക്വിഡ്. ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള ഏത് ഭാഗത്തും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഉൾഭാഗം പുറം ഒക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. ഇതെന്തോ അടി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കമ്പിച്ചകിരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് വൃത്തിയായി കിട്ടും. പുതിയതുപോലെ ആവട്ടോ കുക്കറ്. കുറച്ച് സമയം ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഉണ്ടാക്കി വെച്ചാൽ അന്ന് തന്നെ അത് തീർക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കുക്കറിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുറം ഭാഗത്ത് നല്ലോണം കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുള്ള കരിയാണിത്. ഇനി അവിടെയും കൂടി നമ്മൾ ഇതൊന്ന് ഈ ലിക്വിഡാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കരിയൊക്കെ ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കണോട്ടോ. ഞാൻ നല്ലോണം പ്രഷർ കൊടുത്ത് ചെയ്യണമെന്നില്ല. പക്ഷേ നല്ലോണം കരി ഇളകി വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ലിക്വിഡ് തന്നെയാണത്. ഇതിനെ നമ്മൾ കൂടുതൽ ഐറ്റംസുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പസോഡ കട്ടയായി പോകുന്ന അപ്പസോഡ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇതിലേക്ക്. പിന്നെ കോൾഗേറ്റ് ആണെങ്കിലും നല്ല കോൾഗേറ്റ് എടുക്കണമെന്നില്ല. കോൾഗേറ്റിൻ്റെ കഴിഞ്ഞ പെട്ടി ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് പീസുകളാക്കി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ വെള്ളം തിളപ്പിക്കുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ നാരങ്ങ കേട് വരുന്ന നാരങ്ങ എടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, കുക്കറിൻ്റെ ബാക്ക് ഭാഗം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലിക്വിഡ് നല്ലൊരു ലിക്വിഡ് തന്നെയാണ്.
എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ, എപ്പോഴും യൂസ്ഫുൾ ആവും. അപ്പം ഞാനിതാ ഈ ഒരു കുപ്പിയിലാക്കി കൊടുക്കുകയാണ്. ഇതിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ട് കേട്ടോ കുറച്ച്, അപ്പോൾ വേറെ കുപ്പി ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് തന്നെ നിറച്ച് കൊടുക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് പാത്രം കഴുകാനും ഒക്കേനും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ 1-2 ആഴ്ചയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.